ഹാലേലുയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ളവരെ, ഇന്നലെ ആ വൈദികൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ പിന്നീട് ബൈബിളും വചനവുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ പലര് എന്നെ വിളിച്ചു. അവർ പറഞ്ഞത് അവരുടെ ഇടവകകളിൽ അവരുടെ വൈദികര് ഞായറാഴ്ച കുർബാനയുടെ സമയത്ത് ഈ വൈദികനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത്രേ. അത് അവരെന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടോക്ക് ഇടാം എന്ന് വിചാരിച്ചത്. അവർ പറഞ്ഞ മെയിനായിട്ടുള്ളൊരു പോയിന്റ്, ഈ വൈദികൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അത്രേ. എല്ലാ വിഷയത്തിനും 100% മാർക്കായിരുന്നുവെന്ന്. ഈ വൈദികനോളം ബുദ്ധി വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ എപ്പോഴും ഈ വൈദികൻ ഇങ്ങനെ പറയുമായിരുന്നു എന്ന്, എനിക്കും മടുത്തു എന്ന് എപ്പോഴും പറയുമായിരുന്നു അത്രേ. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ കാലം പിന്നിട്ടപ്പം സംഭവിച്ചതാണ് നമ്മളീ കണ്ടത്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയണ, ജോബ് ഭയപ്പെട്ടതുപോലെ തന്നെ അവന് സംഭവിച്ചു. വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെപ്പോഴും കർത്താവിൻ്റെ കയ്യിലെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെന്നും കർത്താവിൻ്റെ ഉള്ളംകരത്തിലാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. ദൈവം തന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കേൾക്കുന്ന അനേക മക്കളുണ്ടെന്ന് ചേച്ചിക്ക് അറിയാം. ആ മക്കളോട് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു കൃപ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഒരു കൊച്ചു കാര്യം, ഞാനൊന്ന് അങ്ങോട്ട് ഇവിടുന്ന് നടന്ന് ഒരല്പം എൻ്റെ കോമ്പൗണ്ടിൽ കൂടെ ഞാൻ നടക്കാൻ എൻ്റെ കാലുകൾക്ക് ഒരു ചെറിയ ശക്തി ഉണ്ടായാൽ ഉടനെ ഞാൻ ആകാശത്തേക്ക് നോക്കി, യേശുവേ നന്ദി സ്തുതി ആരാധന, അപ്പായേ നന്ദി സ്തുതി ആരാധന, അങ്ങനെ എപ്പോഴും ഞാൻ പറയും. അടുക്കളയിൽ കടന്നു വന്ന് ഒരു കറി വെക്കാൻ എൻ്റെ കൈകൾക്ക് ബലം കിട്ടിയാൽ, യേശുവേ, എൻ്റെ അമ്മേ, പരിശുദ്ധാത്മാവേ, നന്ദി സ്തുതി ആരാധന. അമ്മയോട് ആരാധന എന്നല്ലാട്ടോ പറയുന്നത് മക്കളെ. അപ്പം അതിന് വിമർശനം വരും. എന്തെങ്കിലും ഒരു വാക്ക് ഒന്ന് തെറ്റിപ്പറഞ്ഞാൽ, അമ്മയ്ക്ക് സ്വസ്തി, ആവേ മരിയ, അമ്മ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ എന്ന് അമ്മയോടും പരിശുദ്ധാത്മാവിനോടും എപ്പോഴും ഞാൻ യാചിക്കും. ഇവരോട് നന്ദിയും പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രിയാവുമ്പോൾ കിടക്കാൻ വേണ്ടി ചെന്നാൽ, ദൈവമേ, ഇന്ന് രാത്രി ഈ നേരം വരെ ഞാൻ നടന്നു, വലിയ അപമാനങ്ങളോ നിന്ദനങ്ങളോ ഒന്നും ഉണ്ടായില്ല. യേശുവിനെ അറിഞ്ഞതിന് ശേഷം, യേശുവിനെ സ്വന്തമാക്കിയതിന് ശേഷം അയ്യോ എന്നൊരു നിലവിളിക്ക് ഈശോ ഒരിക്കലും എന്നെ അനുവദിച്ചിട്ടില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് എന്നോട് എപ്പോഴും പറയുന്ന ഒരു ഓർമ്മ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെടുക്കും. ഇത് ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും ഓരോ മൂമെൻറ്റിലും നിങ്ങൾ ദൈവത്തോട് നന്ദി സ്തുതി ആരാധന എന്ന് പറയേ. ഇതൊന്നും നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ കർത്താവിൻ്റെ കൃപ കൂടാതെ, കർത്താവിൻ്റെ കരം നമ്മുടെ ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇന്നലെ അൽഫോൻസമ്മയുടെ തിരുനാളായിരുന്നു. ഞാൻ ആ വൈദികനെ കുറിച്ച് ഒരു വാക്കും കൂടെ പറയാണ്. അപ്പോൾ ആ വൈദികനെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ, ഇത്രയും ബുദ്ധിയുള്ള ഒരു വൈദികൻ, ഇത്രമാത്രം മാർക്ക് മേടിച്ചിരുന്ന ഒരു വ്യക്തി, എന്നിട്ട് പോലും ആ വൈദികൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ മടുത്തു എന്ന് പറഞ്ഞു എന്ന് പറയുമ്പം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നൊരു ചിത്രമായിരുന്നു. കാരണം കർത്താവ് പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ശിശുക്കളുടെയും അധരങ്ങളിൽ അവിടുന്ന് സ്തുതി ഒരുക്കിയെന്ന്. ജ്ഞാനികളെയും വിജ്ഞാനികളെയും ലജ്ജിപ്പിക്കാൻ അവിടുന്ന് അവരിലേക്കല്ല കർത്താവിൻ്റെ ജ്ഞാനം പകർന്നു വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അങ്ങനെ? ഏറ്റവും എളിയ തോതിൽ 2 കൈയും നീട്ടി, കർത്താവേ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ദൈവമേ, നീ ഒരു നിമിഷം എന്നിലുള്ള ഈ ശ്വാസത്തെ നീ പിൻവലിച്ചാൽ ഞാൻ വെറും മണ്ണായി തീരും എന്നൊരു ഓർമ്മ എപ്പോഴും നമ്മിലേക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ നാവുകൾക്ക് കടിഞ്ഞാണിടണം.
നാവിനെ എപ്പോഴും നമ്മൾ ബന്ധിച്ചു വെക്കണം. വൈദികരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. അവരുടെ വിശുദ്ധ കുർബാനയും മധ്യസ്ഥവുമാണ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വ്യാപരിക്കാൻ അവസരം ഒരുക്കി തരുന്നത്. അവരുടെ പ്രാർത്ഥന, അതിന് ദൈവമാണ് അവരെ മാറ്റി വെച്ചിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന, അവരുടെ കൈവെപ്പ് നമുക്ക് ഏറ്റവും മഹത്തരമാണ്. ഇന്നുണ്ടായൊരു സംഭവം ചേച്ചി പറയാണ്. എനിക്ക് ഇന്ന് എന്തോ തീർത്തും വയ്യ, കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വയ്യല്ലോ. അപ്പം ഇന്ന് പുത്തമ്പള്ളിയിലൊന്ന് പോകാൻ അവസരം ഉണ്ടായി. രാവിലെ ഭയങ്കര മഴയാണ് ഇവിടെ. എങ്കിലും പുത്തമ്പള്ളിയിലൊന്ന് പോയി അവിടെ ഇരുന്ന് ഒരുപാട് ജപമാല ചൊല്ലി. 1000 മണിയുള്ള ഒരു ജപമാല ഇന്നലെ എൻ്റെ ഷിജി കെട്ടി എനിക്ക് കൊടുത്തു വിട്ടിരുന്നു. അത് കെട്ടാൻ അവൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ആ ജപമാല 1000 മണി ഇന്നലെ തന്നെ ഞാൻ ചൊല്ലി. 20 ജപമാലയുള്ളൂ. ഇന്നലെ തന്നെ ചൊല്ലി. അമ്മയുടെ അടുത്ത് കുറച്ചു നേരം പോയിരിക്കാന്ന് വിചാരിച്ച് പുത്തമ്പള്ളിയിലൊന്ന് പോയി. അവിടെ പോയിരുന്നും ഒരുപാട് ജപമാല ചൊല്ലി. അപ്പോഴൊന്ന് കുമ്പസാരിക്കാനും അവസരം കിട്ടി. കുമ്പസാരിച്ചു. നേരെ അവിടെ നിന്ന് ലത്തീൻ പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ വൈദികൻ അവിടെ ഇരിക്കുന്നു. അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് ഞാൻ ഉടനെ തന്നെ മുട്ടുകുത്തി, അച്ഛാ എനിക്കൊരു കൈവെപ്പ് തരണമേ എന്ന് യാചിച്ചു. അച്ഛനോടനെ ഊറാല കഴുത്തിലെടുത്തിട്ട് എൻ്റെ തലയിൽ കൈവച്ചു. എനിക്കങ്ങോട്ട് അഭിഷേകം കൊണ്ട് ഭയങ്കര അഭിഷേകമായിരുന്നു. എന്നെ അങ്ങോട്ട് കിലുകിലുകിലുകിലേ വിറക്കിയായിരുന്നു. അച്ഛൻ എൻ്റെ ദേഹത്ത് മുഴുവനും തലയിൽ അന്നാൻ വെള്ളമൊക്കെ തെളിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്തോണീസ് പുണ്യാളൻ്റെ പ്രയർ ഞാൻ ചൊല്ലി. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ മക്കളോട് ഇത് പറയുമ്പോൾ ഞാനൊരു സാക്ഷ്യം പറയാണ്. ഒരിക്കൽ ദൈവം എനിക്ക് തന്നൊരു ദർശനമായിരുന്നു. അന്ന് ഞങ്ങൾ യേശുവിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആ സമയത്ത് വലിയൊരു മല, ആ മലയുടെ മുകളിൽ ഒരു കുമ്പസാരക്കൂട്. ഞാൻ ഇതിനൊക്കെ ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ആ കുമ്പസാരക്കൂടിൻ്റെ സൈഡിൽ ഞാൻ മുട്ടുകുത്തി. ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ചുരിദാറ്, ആ ചുരിദാറ് വളരെ മഷി ഒക്കെ പുരണ്ട്, അഴുക്ക് പുരണ്ടതുപോലെയായിരുന്നു. ഞാനിതൊരിക്കൽ പറയേണ്ടായിട്ടുണ്ട് എൻ്റെ കുട്ടികളോട്. ഞാൻ അവിടെ മുട്ടുകുത്തി. വൈദികൻ ആ കറുത്ത ഉടുപ്പിൻ്റെ മുകളിൽ ഒരു ലൈസുള്ള പോലെ ഒരു വെള്ള ഉടുപ്പിട്ട് ഊറാല കഴുത്തിലിട്ട് എൻ്റെ നേരെ കൈ ഇങ്ങനെ എന്നെ പൗരോഹിത്യപരം ഉപയോഗിച്ച് എനിക്ക് ആശീർവാദം തരുന്നു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഈ ഉടുപ്പ് മൊത്തം, എൻ്റെ ചുരിദാർ മൊത്തം പ്യുവർ വൈറ്റായി മാറി. പ്രൈസ് ദി ലോർഡ്. അന്ന് കൊച്ചു കൊച്ചു ദർശനങ്ങൾ ആ കടന്നു പോരുന്ന വഴികളിൽ ഈശോ തന്നത് ഇന്നത്തേക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു ദൈവം എന്നെ. അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഇന്നതിൻ്റെ ആഴവും അർത്ഥവും ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള മക്കളെ, കർത്താവിലായിരിക്കുന്ന ഒരു മക്കള് ഏറ്റവും പ്രധാനമായി കൂദാശകളുടെ വില അറിയുക. ഈ കൂദാശകൾ തരുന്ന വൈദികരുടെ അടുത്ത് പോയി അവരെ കാണുമ്പോൾ ഒന്ന് മുട്ടുകുത്തി ഒരു കൈവെപ്പ് മേടിക്കുക. അവർക്ക് ആരുമില്ലല്ലോ മക്കളെ സംസാരിക്കാനും സ്നേഹിക്കാനും. അപ്പം അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. മനുഷ്യരല്ലേ. അവർക്ക് ഇപ്പൊ എൻ്റെ ഇടവകയിലിരുന്ന ഒരു വൈദികൻ, എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വൈദികനാ. ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലുമ്പം അച്ഛന് പനിച്ചിട്ട് അച്ഛന് വയ്യാതിരിക്കുകയാണ്. ഞാൻ കുറച്ചു നേരം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് ചുക്കും കുരുമുളകും ഇത്തിരി വെള്ളം വെച്ച് കുടിച്ചുകൂടെയെന്ന്. എന്നെ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ നോക്കിയിരുന്നു അച്ഛൻ. ആര് വെച്ച് തരും എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആ ഒരു നോട്ടം. ഇത് വേണമെങ്കിൽ മഠത്തിൽ പോയിട്ട് അവിടെ ആരോടെങ്കിലും പോയി പറയണം. ആ പനി അവർ സഹിക്കുകയാണ്. അവരിത് ആരോട് ഷെയർ ചെയ്യും? രാത്രിയാകുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാ വൈദികരും ഉറങ്ങുന്ന അടുത്ത് ഒരു ശവക്കല്ലറ ഉണ്ടായിരിക്കും. നമ്മുടെ സിമിത്തേരിയുടെ അടുത്താണ് ഈ അച്ഛന്മാരുടെ കിടപ്പ് മുറി. അവരെങ്ങനെ, ആരോടാണ് അത് അവർ ഷെയർ ചെയ്യുന്നത്? നമ്മൾ അവരുടെ കുറ്റം മാത്രം പറയുമ്പോൾ ഒരു നിമിഷം അതിലെ നല്ല ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടെത്താം. പലർക്കും അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്, എല്ലാവർക്കും അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും, നിങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛന്മാർക്ക് വേണ്ടിയും നമ്മളുമായിട്ട് ഇടപെട്ട്, വികാരിയച്ഛൻ പ്രത്യേകിച്ച് വൈദികരുടെ മാതാപിതാക്കള്, അവരൊരു പ്രാർത്ഥനയായി തീരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മുടെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കാര്യം കൂടെ ചേച്ചി ഇത് പറയുമ്പോൾ പറയാണ്, അതായത് നമ്മുടെ നാവാണ് ഏറ്റവും പ്രധാനമായി നാം സൂക്ഷിക്കേണ്ടത്. ജോബ് ഭയപ്പെട്ടതുപോലെ അവന് സംഭവിച്ചു എന്ന്. ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്ന രണ്ടും ഒരേ അതരത്തിൽ നിന്നല്ലേ വരുന്നത്? വചനം ചോദിക്കണം നമ്മോട്. അതുകൊണ്ട് പിന്നെ ജെറേമിയ പ്രവാചകൻ പറയാണ്, യേശുവേ നന്ദി, ജെറേമിയ പ്രവചനത്തിൽ പറയാണ്, ഈ
എന്നെ കർത്താവെ നന്ദി, ഹല്ലേലൂയ. എന്താണ് എൻ്റെ വേദന വിട്ടുമാറാത്തത്? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നാവിനെ കടിഞ്ഞാണിടുക, ആവശ്യമുള്ളത് സംസാരിക്കുക. ബൈബിൾ വായിക്കാം, സ്തുതിക്കാം, ജപമാല ചൊല്ലാം, പ്രാർത്ഥിക്കാം. നമുക്ക് അനാവശ്യമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, മാക്സിമം ഒഴിഞ്ഞു മാറുക. പ്രൈസ് ദി ലോർഡ്. ജെറേമിയയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ പറയാണ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനടക്കാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ തളർന്നു, എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടായിരിക്കും. കണ്ടോ, കർത്താവിൻ്റെ വചനം എനിക്ക് പരിഹാസത്തിനും ഇടവിടാത്ത നിന്ദനത്തിനും ഹേതുവായിന്ന്. അപ്പോൾ വൈദികരുടെ കാര്യം പറയണോ? അപ്പോ ജെറേമിയ പ്രവാചകൻ പറയാണ്, ഞാൻ പറയില്ല, ഞാൻ അവൻ്റെ നാമത്തിൽ പ്രവചിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി നമ്മുടെ ഹൃദയത്തിൽ ഒരു തീക്കുണ്ടം കിടക്കുന്നത് പോലെയാ. നമുക്ക് സുവിശേഷം പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചി ചില ദിവസം വിചാരിക്കും, എനിക്ക് വയ്യല്ലേ ഈശോ, ഞാൻ ഇന്ന് പറയുന്നില്ല എന്ന്. എനിക്ക് കിടക്കാൻ പറ്റില്ല. ദൈവമേ, എത്രയോ പേര് ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് ചേച്ചി എന്ന് വിളിച്ച് പറയുന്നു. ഞാനിത് പറയാതിരുന്നാൽ കർത്താവ് ഇതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കില്ലേ? കർത്താവ് എൻ്റെ നാവിൽ നിക്ഷേപിച്ച ഈ വചനം പ്രഘോഷിക്കേണ്ടതല്ലയോ? എൻ്റെ കടമയല്ലേ അത് എന്നൊരോർമ്മ എനിക്ക് ഉടനെ വരും. അതുപോലെ ആരെങ്കിലും എൻ്റെ അരികിൽ കുറച്ചധികം നേരെ ഇരുന്ന് ഇങ്ങനെ പരദൂഷണത്തിന് എന്തെങ്കിലും സംസാരത്തിനാവാം, ഞാൻ വേഗം എഴുന്നേറ്റ് അവർ വേഗം പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോവാൻ നോക്കും. കാരണം ആ സമയം മുഴുവൻ 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലാലോ എന്നാണ് എൻ്റെ മനസ്സിൽ. അതുപോലെ അങ്ങനെ നടന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മേന്മ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പം 60 വയസ്സുകളിലേക്ക് കടന്നു പോവാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടത്തി, ഇനി കിട്ടുന്ന ഓരോ ദിവസവും ബോണസാ. പ്രൈസ് ദി ലോർഡ്. കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ ദൈവം നടത്തി. ഇനിയെങ്കിലും ഒരു ദിവസം പോലും, ഇനി പ്രായമായിട്ടാണോ, ഒരു ദിവസം പോലും ഒരു കൊച്ചു പാപം ചെയ്ത് എൻ്റെ ഈശോയ്ക്ക് ഞാനൊരു വേദന കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് കർത്താവിൻ്റെ കൃപ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു വചനം കൂടെ കേൾക്കും മക്കള്. കർത്താവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടവരുത്തരുതേ. അവരുടെ വിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 141 ചേച്ചിയാ പറഞ്ഞത്. ജെറേമിയയുടെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവാക്യം പറയാണ്, സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. കണ്ടു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം. പാറ എന്ന് വെച്ചാൽ കഠിന ഹൃദയമായിട്ട് ചിരിക്കുന്ന ചില വ്യക്തികൾ വചനം കേട്ട് കഴിയുമ്പോൾ അവരുടെ ഹൃദയം സ്മൂത്തായി മാറും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചനം അഗ്നി പോലെ, നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുന്ന അഗ്നിയാണ് വചനം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാണിടുക. ആവശ്യമുള്ള സംസാരം മാത്രം സംസാരിക്കുക. അയ്യോ, ഞാൻ തോറ്റു, എനിക്ക് മടുത്തു, ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. ഒരിക്കലും പറയരുത്, ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ നടന്നിരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ മക്കളെ കാണുന്നു, ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു നേരത്തെ മരുന്നില്ലാതെ, ക്യാൻസർ പേഷ്യൻസ് ആയിട്ട്, എന്തെല്ലാം തരത്തിലുള്ള രോഗികളെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, ജോലിയില്ലാതെ, ടെൻ്റടിച്ച് കിടക്കുന്നവര്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമ്മളെ എത്ര അനുഗ്രഹിച്ചിരിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി എന്നല്ലാതെ എന്താ മക്കളെ നമുക്ക് പറയാൻ കഴിയുക?
അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയൗസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.